ഹലോ മലയാളി മക്കളെ വണക്കം. ഇന്നത്തെ നോമിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അതായത് ഒരു ബാഡ്ജൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് നോമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്. അതേപോലെ ക്യാപ്റ്റൻസി മാറുന്നുണ്ട്. അതേപോലെ ഷോപ്പിംഗ് ടാസ്ക് അത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പറയാൻ മാത്രം അത്രേ ഉള്ളായിരുന്നു. പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു ആർഗ്യുമെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾഡ് ക്യാപ്റ്റന് രഞ്ജിത്ത് ഓൾഡ് ക്യാപ്റ്റൻ ജെഫ്രി വന്നിട്ട് രഞ്ജിത്തിന് ക്രൗൺ വെച്ച് കൊടുക്കുന്നത് A23 ക്രൗൺ വെച്ച് കൊടുക്കുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ പുതിയ പുതിയ തീരുമാനങ്ങൾ കേട്ടിട്ട് ഞാൻ തന്നെ അങ്ങ് അന്തം വിട്ട് കുന്തം പോലെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം മഞ്ജരി പറഞ്ഞ പോലെ ഇങ്ങനെ ഇത്രയും താഴ്മയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ പ്രാവശ്യം ഓരോ രീതിയിലുണ്ട്. ഈ പ്രാവശ്യം ഒരു കൂട്ടിനകത്ത് 3 മുട്ടയാണ് രഞ്ജിത്തിന് വന്നിരിക്കുന്നത്. അതിൽ ആരെങ്കിലും ക്യാപ്റ്റൻസി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുട്ട എടുക്കാം. 3 എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി നഷ്ടപ്പെടും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ദീപക്, മഞ്ജരി, റാണവ്, ജെഫ്രി, ജാക്ലിൻ ഇത്രയും പേര് കുക്കിംഗ് ടീമിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരുൺ പറയുകയാണ് കുക്കിംഗ് ടീമിൽ ആളെ കുറച്ചിട്ട് ക്ലീനിങ്ങിലേക്ക് കുറച്ച് പേരെ കൂടുതൽ താഴെ, കാരണം ഇപ്പോൾ ആൾക്കാർ കുറവാണല്ലോ. കുക്കിംഗ് ടീമിൽ അത്രയും ആൾക്കാരുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് കുക്കിങ്ങിലാണ് ആൾക്കാർ ആവശ്യമുള്ളത്. കാരണം ഒരാൾ 2 ആളൊന്നും പറ്റത്തില്ല. കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് 3 നേരം കൃത്യമായിട്ട് വേണം. അതാണ് ആൾക്കാരെ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ബേസിൽ ഒരു ചെറിയ ആർഗ്യുമെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതായത് ക്ലീനിങ്ങിൽ ആൾക്കാർ ഒത്തിരി വേണമെന്നാണ് നമ്മുടെ അരുൺ പറയുന്നത്. അപ്പോൾ റാണവ് തന്നെ കഴിഞ്ഞ ദിവസം ലിവിങ് ഏരിയ 2 തവണ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലമല്ല, അത് കാരണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ വേറെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ജെഫ്രീനിട്ട് പറയുന്നുണ്ട് അത് ആരും പറഞ്ഞിട്ടില്ല 2 തവണ ചെയ്യണമെന്ന്. അവനായിട്ട് ചെയ്തതിന് ഞങ്ങളിപ്പോൾ എന്നെ എടുക്കാനെന്ന് ജെഫ്രിയും എന്നിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ വാഗ്വാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദീപക് പറഞ്ഞ് നമുക്ക് ഈ വീട്ടിലെ ജോലികൾ ഒന്ന് സ്കിൽ ഓറിയൻറ്റഡും ഒന്ന് ലേബർ ഓറിയൻറ്റഡും ആയിട്ടുള്ള ജോലിയാണ്. അപ്പം സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് ബാത്റൂം ക്ലീനിങ് എന്നൊക്കെ പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ആവശ്യമില്ലാത്തൊരു ആർഗ്യുമെൻ്റാണ്. കാരണം കാര്യങ്ങൾ ഗതി മാറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അരുൺ കാണിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം അതൊരു മോശമായിട്ടുള്ള ഒരു ഇമേജ് ദീപകിന് ഉണ്ടാക്കി കൊടുക്കുക, മോശമായിട്ടുള്ള ഒരു ചർച്ച വെളിയിൽ ഉണ്ടാക്കി കൊടുക്കുക, ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു തോട്ട് കൊണ്ട് അരുണ് കാര്യമില്ല അത്. കാരണം 5 4 പിന്നെ രഞ്ജിത്താണ് അതിലേക്ക് കയറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്താൽ പോരാ. അരുണ് ഒത്തിരി പേര് വേണമെന്നാണ് അരുൺ പറയുന്നത്. ഏറ്റവും അവസാനം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ദീപകിൻ്റെ കൊടുത്ത് നിന്ന് അരുൺ ഒറ്റപ്പെട്ട വലയിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനം അങ്ങനെ തന്നെ ജയിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തർഷിക എന്നിട്ട് വന്നിട്ട് പറഞ്ഞു ക്യാപ്റ്റൻ ഇത്രയും വലിയ ഒരു ചെറിയ പോയിന്റ് അത് പിന്നെ ഡിബേറ്റായി, അത് പിന്നെ വഴക്കിൻ്റെ മോഡായി, എന്നിട്ട് ക്യാപ്റ്റൻ അത് തടുത്തില്ല. അത് കാരണം ക്യാപ്റ്റൻ്റെ ഒരു മുട്ട ഞാൻ എടുക്കുന്നത് എന്ന് തർഷിക പറഞ്ഞിട്ട് ഒരു മുട്ട എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹൗസ് ക്ലീനിങ്ങിന് വന്നിട്ട് സൗന്ദര്യ, അതേപോലെ തന്നെ വിശാൽ, തർഷിക, പവിത്ര, ബസ്സിൽ വന്ന് അൻഷിത, സത്യ, മുത്തുകുമാർ, റയാൻ, അരുൺ ഇത്രയും പേരുണ്ട്. സ്റ്റോർ ഇൻചാർജ് വന്നിട്ട് സൗന്ദര്യ, സാർജൻറ്റ്, വിശാൽ, കിച്ചൺ ഇൻചാർജ് വന്നിട്ട് ജാക്ലിൻ. ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് പവിത്രയും നമ്മുടെ തർഷികയും കൂടെ വിശാലിൻ്റെ കാര്യം സംസാരിക്കണം. ഏത് സമയം നീ അവനെ ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കാതെ, നമ്മൾ അതിനു വേണ്ടിയല്ലല്ലോ ഇവിടെ വന്നത്, അതിന് പറ്റിയ സ്റ്റേജും അല്ല, നീ എപ്പോൾ നോക്കിയാലും കളിക്കുന്നില്ല, ആ പുറകെ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനും ഇപ്പം നിന്റെ കൊടുത്തിരിക്കാൻ പറ്റില്ല, ഞാനിവിടെ കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പവിത്ര പറയുന്നുണ്ട്. അപ്പോൾ അവൾ SS എന്നൊക്കെ വെക്കുന്നുണ്ട്. പിന്നീട് വന്നിട്ട് നോമിനേഷൻ. അതായത് രഞ്ജിത്ത് വന്ന് ദർശിക റയ്യാൻ, മഞ്ജരി വന്ന് ദർശിക വിശാൽ, സത്യ വന്ന് പവിത്ര അരുൺ, ജെഫ്രി വന്ന് സൗന്ദര്യ റയ്യാൻ, പവിത്ര വന്ന് വിശാൽ അരുൺ, ദീപക് പവിത്ര ദർശിക, അൻഷിത വന്നിട്ട് നമ്മുടെ ജാക്ലിൻ ദർശിക, അതേപോലെ വിശാൽ വന്ന് മുത്തുകുമാർ റയാന്, റാണു വന്ന് റയാന അൻഷിത, അരുണ് വന്നിട്ട് ജാക്ലിൻ പവിത്ര, സൗന്ദര്യ വന്ന് അരുൺ ദർശിക, മുത്തുകുമാർ വന്ന് അൻഷിത വിശാൽ, റയാൻ വന്ന് അൻഷിത സത്യ, ദർശിക വന്ന് സത്യ സൗന്ദര്യ, ജാക്ലിൻ വന്ന് അരുൺ അൻഷിത. ഇങ്ങനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു വെറൈറ്റി എന്ന് പറയുന്നത് അവർക്ക് ഒരു പേര് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ നോമിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഒറ്റ വാക്കിൽ എന്ത് പറയാം അവരെ, അതിനൊരു പേര് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഒടുവിൽ ദർശിക, റയ്യാൻ, വിശാൽ, പവിത്ര, അരുൺ, സൗന്ദര്യ, ജാക്ലിൻ, സത്യ, അൻഷിത ഇത്രയും പേരാണ് ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുന്നത്. പറഞ്ഞ പോലെ വേർഡ് വെച്ചിട്ടുള്ള ഒരു ബാഡ്ജ് വരുന്നുണ്ട്. അതെല്ലാവരും ഈ ആഴ്ച ഫുള്ളും കുത്തിക്കൊണ്ട് നടക്കണം എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യക്ക് വന്നിട്ട് ഇംസെ റാണി ബുസ്വാനം എന്നുള്ളൊരു പേരാണ് കേട്ടോ, ഒരു ബാഡ്ജാണ് വന്നിരിക്കുന്നത്. സത്യക്ക് പിന്നെ എന്താകും കൊല്ലി മിച്ചർ എന്നുള്ളൊരു പേര്. ജാക്ലിൻ വന്ന തന്ത്രവാടി,
നാടികൈ എന്നൊരു പേരും, തർഷികയ്ക്ക് വന്നിട്ട് വിഷപ്പാമ്പ് സൂൺ ഔട്ട് കിളി എന്നുള്ളൊരു പേരും കിട്ടിയിട്ടുണ്ട്. അരുണ് വന്നിട്ട് കാര്യവാദി, അതേപോലെ തന്നെ ട്വിസ്റ്റർ എന്നൊരു പേര്, അൻഷിതയ്ക്ക് പച്ച ഓന്തി മുഖംമൂടി എന്നുള്ള പേര്, പവിത്രയ്ക്ക് വന്നിട്ട് പോയിസൺ ആമൈ എന്ന പേര്, റയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഓമൈ രാജ, പിന്നെ വെത്ത് സീൻ അങ്ങനെ എന്താണ്ടോ കിട്ടിയിട്ടുണ്ട്. വിശാലിന് വന്ന് സേഫ് ഗെയിമർ സഗുനി അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാവരും ബാഡ്ജ് കുത്തണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഷോപ്പിംഗ് ടാസ്ക് ആണ്. അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, അതൊരു മാഗ്നേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിന് കണ്ണും മൂക്കും ഒക്കെ ഉണ്ടാവും, അതെല്ലാം മാഗ്നേറ്റ് ആണ്. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോയുടെ പുറകെ നിന്നിട്ട് ഒരു കൈ ഇടാൻ മാത്രമുള്ളൂ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിട്ടിട്ട് ആ വഴി ആ മാഗ്നേറ്റ് വെച്ചിട്ട് ആ രൂപം കൃത്യമായിട്ട് കണ്ണും മൂക്കും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതിന് മുത്തുക്കുമറും തർഷികയും പോയി ഒന്നും കിട്ടിയില്ല, സത്യയും ദീപക്കും പോയി ഒന്നും കിട്ടിയില്ല. മഞ്ചേരി സൗന്ദര്യ പോയിട്ട് മഞ്ചേരിക്ക് 500 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റയാന് ജാക്ലിൻ പോയിട്ട് അവർക്ക് 2 പേർക്കുണ്ട്. ജെഫ് പവിത്ര പോയിട്ട് ജെഫ്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിശാൽ റാണു പോയിട്ട് വിശാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അൻഷിത അരുണ് പോയിട്ട് അരുണിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തിന് ഒന്നും കിട്ടില്ല. അങ്ങനെ മൊത്തം 3000 രൂപയുടെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് വന്നിട്ട് ഷോപ്പിംഗ് അവർ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയായിരുന്നു. ഇന്നത്തെ എനിക്ക് വെറൈറ്റി ആയിട്ട് ഇച്ചിരി ബാഡ്ജ് 9 ബാഡ്ജ് കൊടുത്തത് മാത്രമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് അരുണ് വഴക്കം ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ടാസ്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.